അപ്പൊ ഇവിടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും പറയടി പെണ്ണെ. അപ്പൊ ഞങ്ങടെ പോണ് അമ്മമ്മയുടെ അടുത്ത്. രാവിലെ എഴുന്നേറ്റപ്പോട്ട് ഭയങ്കര വാശി വീട്ടിൽ പോണ. അവിടെ കുഞ്ഞ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പൊ ഇവിടെ നാടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് വരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങള് ചോറൊക്കെ വെച്ചിരിക്കാം. ചോറ് ഇറക്കി വെച്ചു പോയിട്ട് ഇറക്കിക്കോ, ഞാൻ വീട്ടിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വീട്ടിൽ പോയിട്ടുള്ള അവിടെ ആക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. കുഞ്ഞൻ്റെ അടുത്ത് പോകാൻ സന്തോഷമാണ്. ഇവൾക്കിവിടെ കുഞ്ഞൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീട്ടിലിരിക്കില്ല, അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മൾ വീട്ടിലത്തെ പണികളും കാര്യങ്ങളില്ലേ. അപ്പോൾ ഞങ്ങൾ ഇവളെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ വെച്ചു. അറക്കി വെച്ചാ മൂടിട്ടാ വെച്ചു. ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിട്ട് കലം വെറുതെ ഉണ്ടായില്ല ഇറക്കി വെച്ചിക്ക. അതിന്റെ മുകളിൽ മൂടി വെക്കാത്ത ഞാനാണോ അവളല്ലേ? ചോറ് തിളയ്ക്കുമ്പോ മൂടി വെച്ച് തിളച്ചത് കൂടെ ഒലിച്ചു പോയില്ലേ, മൂടി വെക്കാൻ പാടില്ല. പിന്നെ ഞാനാണ് അടുപ്പ് തിളക്കണ്ടേ. മുഖം കാത്തൂടിയ ഓക്കെ പോവാ. പിന്നിന്റെ അടുത്ത് അപ്പൊ ഇന്ന് അടുക്കളയത്തെ ഭരണം ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഞാന് ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ പൊന്നിനോട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയാണെന്നൊരു വിവരമില്ല. ഞാനൊന്ന് ഐസ് വിടാൻ വേണ്ടിട്ട് വെച്ചു കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഇത് കാണിച്ചു. എവിടെ എവിടെ അമ്മേ അട്ടത്ത് കയറി നിന്നിട്ടാണോ പണിയെടുക്കണേ? അവിടെയൊക്കെ മാറാതെ തട്ടിണ്ട്. നിനക്ക് കയ്യും കാലും വേദന എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ അഭ്യാസം? ഇല്ല, ഇപ്പൊ കുറവുണ്ടടാ. ഓക്കെ, നടക്കട്ടെ പണി. എങ്ങനെയാണ് ഇപ്പൊ പൊന്നുവിന്റെ ബോഡി പെയിൻ മാറിയത് നിങ്ങൾ കണ്ടോ? ഇതാണ് പൊന്നുവിന്റെ കയ്യിലിരിക്കുന്നത്. ഇത് പൊന്നുവിന്റെ കാല്, കയ്യ്, ഫുൾ ബോഡി മസാജ് ചെയ്യാനായിട്ട് പൊന്നു ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഇതെന്താന്ന് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ഇതെന്താണ് പൊന്നു കാണിക്കണേ എന്നുള്ളതൊക്കെ. അതിന്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് അഗാരോയുടെ ആറ്റം പ്ലസ് ഇലക്ട്രിക് ഹാൻഡ് ഹോൾഡ് ഫുൾ ബോഡി മസാജർ ആണ് ഈ കാണുന്നത്. ഇതിന് 4 ഹെഡാണ് നമുക്ക് വരുന്നത്. ഫ്ലാറ്റ്, വേവി, ബോള്, താച്ചി, അങ്ങനെ 4 ഹെഡാണ് നമുക്ക് ഈ ബോഡി മസാജറിന് വരുന്നത് കേട്ടോ. ഫ്ലാറ്റ് ഹെഡ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ലാർജ് മസിൽസ് ആണ് കേട്ടോ കൂടുതലും നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുക. ബാക്കൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ അടിപൊളി ഫീലാണ് കേട്ടോ ഈ സാധനം. അടുത്ത ഹെഡാണ് വേവി ഹെഡ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറും എൽബോ ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഫീലാണ്. ബോൾ ഹെഡ് ഉപയോഗിച്ചിട്ട് നെക്കിനും ആംസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെയുള്ള താച്ചി, അപ്പർ ബാക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. ഇതിലൂടെ നമുക്കൊരു മെഷും കൂടി കിട്ടണ കാരണം നമുക്ക് ഹെയറോ കാര്യങ്ങളോ തന്നെ മെഷീനിൽ കുടുങ്ങോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അതുപോലെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ മോട്ടർ 28 വാട്ടിന്റെ ഹൈ ടോർക്ക് മോട്ടറാണ് ഇതിന് യൂസ് ചെയ്ത്. അതുകൊണ്ട് ബോഡിയിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്പീഡ് ചേഞ്ചിങ്. 1500 to 3000 RPM വരുന്നത് ഇതിന്. അപ്പോൾ അത്യാവശ്യം ലോങ് പവർ കോഡുള്ള കാരണം തന്നെ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം വേണമെന്നുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അടിപൊളി ഐറ്റം ആണ്, എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല? എന്തുട്ട് പരിപാടി നീ കാണിച്ചോണ്ടിരിക്കണ? എത്ര നേരായി? മെയിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറഞ്ഞ ഈ മെയിൻ ഷെഫ് ഒക്കെ കണ്ടിട്ടുണ്ട് ഹോട്ടലില് വരിക, ഉപ്പ്, മുളക്, പഞ്ചാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനുള്ള ഇടുക, പോവുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മളും കൊടിയൊക്കെ മുടിച്ച ചട്ടി എവിടെ? ചട്ടി എന്റെ തലയില് ചട്ടി ചട്ടി എവിടെ? ഇതില് ചട്ടി ഈ ചട്ടി എടുക്കട്ടെ പൊന്നാ? ചട്ടി അല്ലാതെ ഈ പാത്രം എടുക്കട്ടെ? പാത്രം ഇത് 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 നോക്കൂ, ഇങ്ങോട്ട് വാ നോക്കണ്ടേ. ഇത് മൺചട്ടി ഉണ്ട്. എവിടെ? ഈ വലിയ ചട്ടിയാണോ? അല്ല, അതടക്കേ. ഇതടച്ചു. അതിന്റെ അപ്പുറത്തെ ഇതിലെവിടെ? ഇതാണോ? യെസ്. ഇത് ചോറും പാത്രം ഇതാണോ? ഇത് എന്റെ ആവശ്യത്തിന് ചോറും പാത്രം. അടിപൊളി. അപ്പൊ നമുക്ക് നോക്കിയാലോ? കമോൺ. ഞാൻ ചട്ടി പൊട്ടിച്ചാണ്. ചട്ടി പൊട്ടിച്ച ഞാൻ കൈയടിച്ചതാ. എന്തുട്ടാടി നീ ഇത്? അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞ അടിപൊളി കിണ്ണം കാച്ചി ചെമ്മീൻ റോസ്റ്റ്. അതിന്റെ കാര്യങ്ങളൊക്കെ പൊന്നോട് ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ അസിസ്റ്റന്റാണ്, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തേ ദേഷ്യം എന്നോട്?
തല്ലാതെ ഒന്നുണ്ടോടി വെറുതെ പറയുമ്പോഴത്തേക്ക് തല്ല് കിട്ടി. കണ്ട ഗൈസ് എന്നെ ഇവിടെ പീഡിപ്പിക്കാണ് ഇവിടെ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള എന്താന്ന് നോക്കാം. ബാ കമോൺ, നീ എങ്ങോട്ട് മാറിയിരിക്കണ? നീ വേണം, നീ ഇല്ലാതെ എന്താ ആഘോഷം? ഈ വെള്ളം ഒന്ന് കളയട്ടെ. ആദ്യം മസാല ഇടണം ബാബു. മസാല ഇടണമെങ്കിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇടോ? നീ എന്ത് നോക്കിക്കണേ? ഞാൻ ക്യാമറ അയക്കി വയ്ക്കട്ടെ ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ നമുക്ക് ഇതിന്ന് ആദ്യം തന്നെ എടുക്കണ്ടേ ഒരു 2 ടീസ്പൂൺ നല്ല മുളക് പൊടി എരിവുള്ളത്. അടുത്ത നമുക്ക് വേണ്ട കാശ്മീരി മുളകാണ്. അത് കണ്ടില്ലേ ചോന്ന് തുടുത്തിരിക്കണം. നമുക്ക് കാശ്മീരി ആപ്പിൾ പോലെ 1 2 3 3 മതിയാ. 3 മതിയാവും. അയ്യോ മതിയാവോ? അത്ര ആലോചിച്ച് ചെയ്യണ പോലെ. ഇതൊക്കെ എന്നോട് അളവ് ചോദിച്ചിട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി, അത് നമുക്ക് ആവശ്യത്തിന് മതി. കൈ വിറക്കിയാൽ നന്നായിട്ട്, എന്നാലാണ് ഇത് കറക്റ്റ് അളവിൽ കിട്ടുക. മഞ്ഞപ്പൊടി ഇടുക. ഇല്ലില്ല, ഷെഫിന്റെ ഒരിക്കലും നീ കുറ്റം പറയരുത്. അതുപോലെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് പൊന്നിനോട് ചോദിച്ചിട്ട് വേണം, കാരണം അവൾക്കാണ് ഉപ്പിന്റെ കേസ് അറിയുള്ളൂ. പൊന്നു നോക്കൂ, ഈ ഉപ്പ് ഇത്ര മതിയോന്ന്? അത്ര ചെമ്മയില്ലേ? ഇനിയും വേണം. എനിക്കറിയാം വേണം എന്നുള്ള, അതിന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഇത് മതിയോ? ഓക്കെ. അപ്പൊ ഇതിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. നീ പിന്നെ വെറുതെ അടുത്ത് വന്നിരുന്നോണ്ട് കാര്യമായില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് എങ്ങനെയാന്നുള്ളത് കൊണ്ടാറടങ്ങിയിട്ട് കൈയൊക്കെ ഇനി എരിയല്ലോ ദൈവേ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കും കുറച്ച്. ഞാൻ ചെമ്മിടുമ്പോ ചെമ്മില് വെള്ളം ഉണ്ടാവും. അതെനിക്കറിയാലോ. ഞാൻ വെറുതെ ഈ മസാല ഒന്ന് ഇതാക്കണെങ്കിൽ നമുക്ക് ഉപ്പ് നോക്ക്. ഉപ്പ് ഞാൻ നോക്കില്ല. അത് ഞാൻ നോക്കില്ല പറഞ്ഞ നോക്കില്ല. നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല. നോ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ നോക്കണത്. ഉണ്ടാ ഇത് മസാല തീർക്കരുത്. തിന്നിട്ട് നക്കി 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 ഉണ്ടാ ഇട്ടോ. അപ്പൊ നിനക്കറിയാലോ. അപ്പൊ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റ് ആക്കുക. ഈ അസ്റ്റന്നെ നമുക്ക് മാറ്റാറായിട്ട് കിട്ടാ. വേറെ കെട്ടാനല്ല, വേറെ ആളെ നോക്കേണ്ടി വരും അസിസ്റ്റന്റ് ആയിട്ട്. ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ എന്നെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഞാന് ഡോൺ ക്വസ്റ്റ്യനെ. ഓക്കെ, നമുക്കിപ്പോ ഒരു ഇത് 1 കിലോ 1/2 കിലോ ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. 1/2 കിലോനാ 3/4 കിലോ ഉണ്ടാവും. അപ്പൊ ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. അത് അന്ന് തന്നെ പറ്റിച്ചപ്പോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കൂടിയില്ല. ഞാൻ പറഞ്ഞല്ലേ കൂടുന്നു. കുഴപ്പമില്ല. ഒന്നും മാറോ? ഞാൻ മസാല പറ്റിയതാ. എന്താ മാറ്? എന്താ ഞാൻ പറ്റിയതാ. എന്താണ് അതിന് വേദനിക്കൊന്നും നേരെ ചെയ്ത പറ്റേ. ഓ നമ്മളിങ്ങനെ എന്താ പറയാ, നല്ലൊരു ഫീലായിട്ട് അതിനും തോന്നരുത് നമ്മളതിനെ വേദനിപ്പിക്കാന്ന്. തിന്നുമ്പോൾ അങ്ങനെ തിന്നണേ. അങ്ങനെ തിന്നാൻ പറ്റില്ല. കടിച്ചു പിടിച്ച് തിന്നു, കാട പളകാന്ന് നിൽക്കുന്നു. അപ്പൊ നമ്മള് നന്നായിട്ട് മസാല ഒക്കെ കൂട്ടി ഇവിടെ അടിപൊളിയായിട്ട് 10-15 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്തുപോലെ ഓട്ടത്തിനൊന്നല്ലല്ലോ പോണത്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നിങ്ങള് വെറുതെ പറയല്ല, ശരിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത് ഫ്രിഡ്ജിൽ പിടിക്കാൻ വേണ്ടിട്ടാ. അതൊക്കെ നമ്മൾ ഈ മസാല ആക്കി വരുമ്പോഴത്തേക്ക് നേരം കൊടുക്കും. ഇനി അടുപ്പില് ചട്ടി വെക്കേ. നല്ല എരിവുള്ള സാധനം എടുത്ത് എറിയും. എന്ത് 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 വേണ ഇനി ചെയ്യോ പീഡിപ്പിച്ചതിന്റെ ഒരു ഫലമായിട്ട് ഒരു കുട്ടി എന്തൂട്ടാടി. അപ്പൊ നമ്മുടെ മസാല ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കൈ കേട്ടെ. അമ്മേ ആനന്ദി പറയരുത്. കണ്ട ചെമ്മീന്റെ കിടപ്പ് കണ്ട പറച്ചിലേക്ക് ഞാൻ ചെമ്മീൻ ഉണ്ടാക്കി പറയാ. ചെമ്മീൻ ഇഷ്ടമുള്ള ആരൊക്കെയാന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എത്ര പേർക്ക് ചെമ്മീൻ ഇഷ്ടമുണ്ട്? ചിലവർക്ക് അലർജിയുടെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചട്ടി കണ്ട. പക്ഷെ ഏറ്റവും ഇതെന്താ പറയുക പൊന്നാ, ഇതെന്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം? നമ്മളെ കാണണം. എനിക്ക് എന്നോട് സംസാരിക്കണ്ട, എന്റെ മോൻ കാണണം. ചട്ടി ചൂടായിട്ട് ചട്ടിക്ക് നന്നായിട്ട് നമുക്കിനി ചൂടാക്കിയല്ലേ, ചൂട് ചട്ടിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം.
കൊറച്ച് മതി. അപ്പൊ ആർക്കൊക്കെ ചെമ്മീൻ ഇഷ്ടാണെന്ന് പറയുന്നുണ്ട്. കാരണം തോറ്റു. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ക്യാമറ ഓഫ് ചെയ്യാ. എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് ഈ ചെമ്മീനും ഞണ്ടിനൊക്കെ. ഇത് തേങ്ങ എവിടെയും വെക്കോ? അവർക്ക് കുപ്പിയിലൊഴിക്കാൻ വേണ്ടിട്ട്. ഞണ്ടിനൊക്കെ അലർജിയുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത ഒരാൾ മരിച്ചത് തന്നെ ഈ ഞണ്ട് കഴിച്ചിട്ട് അലർജിയുടെ കാരണം. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അലർജി അല്ല, ആക്രാന്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് കാരണം ഞാൻ നന്നായി. എനിക്ക് കല്യാണം കഴിഞ്ഞ ടൈമില് ഞങ്ങള് ജിബിന്റെ വീട്ടില് കല്യാണം ആദ്യം അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോ ചെമ്മീൻ ഉണ്ടല്ലേ ആദ്യം കഴിക്കുമ്പോ. എനിക്ക് ഇതിനൊരു അത് ഞാൻ പറയട്ടെ. അമ്മ എന്റെ പ്ലേറ്റിക്കും ചെമ്പിട്ട ചൂടാവട്ടെ. ചൂടാവും ആയിട്ടില്ല. എന്റെ പ്ലേറ്റിങ് കുറച്ച് ചെമ്മിട്ടെന്ന് ഇവന്റെ പ്ലേറ്റിങ് ചെമ്മിട്ടെന്ന്. അന്ന് അതിന് മുന്നറിയപ്പോ ഞങ്ങളെ വീട്ടിൽ വരുമ്പോ ഒരു മീൻകറി ഉണ്ടാക്കിയത് ഫുൾ ചെമ്മീനും തിന്നുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരാൾ പ്ലേറ്റ് നിർത്തേക്ക് എനിക്കാണെങ്കിൽ പണ്ടൊട്ടുള്ള ശീലാണ്. ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ മൂലയിൽ വെക്കും. ചോറ് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എടുത്ത് കഴിക്കാട്ടിട്ട് ഇവന്ത് ചെയ്തു ഞാൻ ആ മൂലയില് വെച്ചത് ലാസ്റ്റ് ഇവിടത്തോട്ട് പോയി. അത് മൂലയിൽ വെക്കാൻ പാടില്ല ഇങ്ങനത്തെ കേസ്. അന്നേക്ക് ചെമ്മീൻ കിട്ടിയില്ല. ഇതൊക്കെ പിന്നെ അവിടെ ചോദിക്കണം നാണക്കേടോട് ആദ്യത്തെ 2 ദിവസം കാരണം പിന്നെ ഞാൻ അവിടെ പോയി എടുത്ത് കഴിച്ചു. ശരിക്കും ജിബിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ജിബിന, ജോസ്ന, ജിബിന്റെ ചേട്ടൻ. ചേട്ടൻ്റെ കൂടെ എന്തോരം ക്യാരം ബോർഡ് കളിച്ചിട്ടുണ്ട് അറിയോ? പെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇടാനുള്ള ഇട്ടോ ഇത് ചെമ്മീൻ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ. അപ്പൊ മര്യാദക്ക് നിൽക്കുക. ഇവിടുമ്പോ നമ്മളിങ്ങനെ മാറി നിക്കണം. ഹെൽമെറ്റൊക്കെ വെച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് വേറെ കാര്യം. കൂട്ടിയിടല്ലേ. ഇത് പൊന്നാ. ഒന്നാമത് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നില്ലേലും ഞാൻ ഇത് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളല്ലേ. അതറിയില്ല. എന്നാലും ഞാൻ പരീക്ഷിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും പരീക്ഷിച്ചു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ കൊറേ ഇല്ലെങ്കിൽ പഴംപൊരി. നമുക്കേ ഒരു പ്രാവശ്യം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കണം. ചെമ്മീൻ കളി വരില്ല. ചെമ്മീൻ ബിരിയാണി. ഓക്കെ. നീലോത്തിയേ പേടിയാട്ടാ. ഇതെന്തിനു പേടിക്കണേ? അതൊരു ഇതില് എർത്ത് അങ്ങനെ വരില്ല. ഇത് നമ്മുടെ ലൈറ്ററില് മറ്റേ സാധനം ഓർമ്മയുണ്ട് നിനക്ക് കുട്ടിക്കാലത്ത്? അത് ഇവിടെ വെച്ചതാ. വെക്കാനും പാടില്ല. പുല്ല് ലൈറ്റർ കഴിഞ്ഞ ലൈറ്ററിന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇതെടുക്കും. എന്നിട്ട് ഇങ്ങനെ വെച്ച് അടിക്കുമ്പോ ഷോക്ക് അടിക്കും. ഇതിനുണ്ടോട്ടെ. ഞാൻ നിന്നെ നോക്കട്ടെ. മേത്ത് വെച്ചടിക്ക് കയ്യുമ എന്നെ കൊല്ലാനാണോ പട്ടി? അടിപൊളി ചെമ്മീന്റെ മണം വരുന്നുണ്ട്. എന്ത് ചെയ്യും? മേപ്പെട്ടൊക്കെ കുരിശ് വരയ്ക്കാൻ മറ്റേ കുക്കർ ഇത് വാങ്ങാം. പണ്ട് നമ്മളെ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ പാത്രങ്ങളായിരുന്നു നമ്മൾ മേടിച്ച്. ഓഫ് കോഴ്സ് 2 പാത്രങ്ങൾ വാങ്ങപ്പോ. അങ്ങനത്തെ വേറെ ഓപ്ഷൻ ഇല്ല. ഗ്യാസ് കഴിഞ്ഞ് കിട്ടിയില്ല നമ്മളെന്ത് ചെയ്യും? ലൈഫില് കിട്ടില്ല. ലൈഫിൽ കിട്ടുകാരൊക്കെ കിട്ടും നമുക്കറിയില്ലല്ലോ. ഇപ്പൊ മാറി. ഇപ്പൊ യുദ്ധം നടക്കണല്ലേ. അപ്പൊ ഈ ചെമ്മീൻ എന്ന് പറയുമ്പോ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ഭാഗത്തായിരിക്കണം ഭൂരിപക്ഷം ചെമ്മീന്റെ എണ്ണം, ക്വാണ്ടിറ്റി. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തീർക്കേണ്ടതെന്നുള്ളത്. കാത്തു വീട്ടിലാട്ടാ. കാരണം ഇവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ കാരണം കാത്തു ഒരേ വാശി. കുഞ്ഞിനെ കാണണം. കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കൂടെ. ഞങ്ങളൊന്നും വേണ്ട വെക്ക്. അപ്പൊ ഓക്കെ കുഞ്ഞിന്റെ അടുത്താക്കിയിട്ട് കുഞ്ഞിന് വെച്ചാണ് ഇപ്പോ കാത്തുവിന്റെ ലോക്കൽ ഗാർഡിയൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കാത്തു കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും. യെസ്, അധികം മുരിക്കണ്ട. എനിക്ക് നന്നായിട്ട് മുരിയാൻ ഇഷ്ടമല്ല കേട്ടോ. ചെമ്മീനായാലും മീൻ വറുത്തായാലും എനിക്ക് ഒന്നങ്ങനെ കറുമുറാക്കണ സാധനം എനിക്ക് ഇഷ്ടമല്ല. അയ്യോ അത് നീ പറയരുത്. നീ അങ്ങനത്തെ പറയരുത്. അത് വിട്. നീ ആ ഡയലോഗ് പറയരുത്. അന്ന് എന്തോ ഇട്ടിട്ട് ഒരു പോക്ക് പോയോളാ. എന്നിട്ട് ഞാൻ ഓർത്ത് വന്ന് ഞാൻ ഓഫാക്കിയാണ് അത് ജീവനോടെ ഉണ്ടായി. ഇല്ലാതെ നമ്മുടെ ജീവനോടെ ഉണ്ടായി. ജീവനോടുണ്ടായി. ആ, ഇപ്പൊ അടിപൊളി ചെമ്മീൻ. അപ്പൊ അടിപൊളി ചെമ്മീൻ. അപ്പൊ ഇനി നമുക്ക് ചെമ്മീൻ വറുത്തതിന് ശേഷം ചെമ്മീൻ വറുത്തതിന് ശേഷം നമുക്ക് 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 ചെമ്മ
ഇത് ഇടാനേ ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല. എനിക്കറിയാം, ഞാൻ വെറുതെ നീങ്ങുന്നതാ. നിങ്ങൾക്കിതേ എത്ര വർഷമായി തുടങ്ങിയിട്ട് അടക്കള പണി? ചൂടായാണ് ഞാൻ ഇപ്പൊ തൊടാത്തേട്ടാ. ഇല്ലാന്ന് തന്നെ നമുക്കൊന്ന് കൈ ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു. എനിക്കിപ്പോ കൂന്തലിനോട് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പൊന്നാ, നാളെ നമുക്ക് ഇന്ന് വൈകിട്ട് പോവാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് മലയാറ്റൂര് പോവല്ലേ? നല്ല അടിപൊളി കളറായിട്ടാ, നല്ല ചോന്ന് നല്ല കിടുക്കാപ്പി കളറായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ പിന്നെ കാണാൻ. കോട്ടയത്ത് ഇവിടെ വെയിറ്റിംഗ് ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഉപ്പില്ല അരിവുണ്ട്. നല്ല രസമുണ്ട്. ചൂടുണ്ടോ? ഇത് ചൂടാ ചൂടാടേ ചൂടാ ചൂട് മര്യാദക്കൂടെ വെച്ചോ. നീലോത്തിയെ കണ്ട നിന്നാ നിനക്ക് ഞാൻ ഒന്നും തിന്നാൻ തരില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ ഫുഡ് വരത്ത് തീർക്കണ ഉണ്ടാവോ? വളരെ ശരിയാ, നല്ല ടേസ്റ്റ്, നല്ല ചെമ്മീന. ഞാനും കുളിച്ചു, നീയും കുളിച്ചു. നീ കുളിച്ചാ? ഇല്ല. നീ കുളിച്ചില്ലല്ലോ? ഇല്ല. കുളിച്ചില്ല. ഏത് കുഴപ്പമില്ല, കുളിച്ചില്ലാന്ന് ഞാൻ കണ്ടില്ല. നീ നാളെ കുന്നോളെ ചാനലിൽ കുളിക്കേണ്ടി വരുമോ? കണ്ടില്ല വന്നിട്ട് പേടിയാവേ. എന്തെങ്കിലും തിന്നാൻ എന്നെ തിന്നിട്ട് കാര്യമില്ലല്ലോ. എന്താ പോണേ? എങ്ങോട്ടോ പെറുക്കാൻ പോയിണ്ട്. പെറുക്കി നിന്റെ പേരക്കയിലിരിക്കണ്ടോ? അടുത്ത് തരുമോ? അടുത്തില്ല. കണ്ടാ ഞാൻ പോവാ. ആപ്പിളായിക്കിട്ട് ഇത് ഫുള്ളായിട്ട് എനിക്ക് കയറില്ല. ഇതെടുത്തു. അതിൻ്റെ ഇല്ല, അതിൻ്റെ അവിടെ ഇല്ല. ഞാൻ നോക്കി, ഇതിൽ കൊറേ ഇട്ടുണ്ടതാ. ഈ സാധനം കാര്യം നിന്റെ ചേട്ടാ അങ്ങനെ തന്നെ വരും, അങ്ങനെ വരുള്ളൂ. വരും, നീ എന്ത് അങ്ങനെ വരുള്ളൂ മോളെ. എടുക്കണം. കണ്ടു തുടങ്ങാം. അങ്ങനെ നമ്മള് മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അടിപൊളി. ആര് വറുത്തു? ഫസ്റ്റത്തെ ഇതില് മാത്രം ഞാൻ നിന്നുള്ളൂ. പിന്നെ മേൽ നോട്ടായിരുന്നു. ടേസ്റ്റ് നോക്കാനാ. എത്രാമത്തെയാ? അതെല്ലാം ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഫ്രിഡ്ജിലേക്കാം. എന്താ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഒഴിക്കും. നമ്മൾ ഇങ്ങനത്തെ എന്തുണ്ടാക്കുമ്പോഴും ഒഴിക്കേണ്ടത് ഒരിക്കലും പുതിയ വെളിച്ചെണ്ണ അല്ല,
പഴയത് വറുത്ത വെളിച്ചെണ്ണ ഒഴിക്കാം, എന്നാലാണ് അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ. എനിക്കറിയായിരുന്നു, തേങ്ങ അറിയായിരുന്നു, ഡയലോഗ് അടിക്കാൻ മാത്രം അറിയാം. മാറ് ഇല്ലേ, അവൾ എൻ്റെ മേത്തിന് വെച്ചു. ഒഴിച്ചോളാ, ചട്ടി ചൂടാവട്ടെ. ഒരു തേങ്ങ അറിയാം ഉണ്ടാക്കണം, ഏറ്റെടുക്കും. ചൂടായി, പുക വന്നു. ചട്ടീന്ന് പുക വന്നത് ചൂടായി അർത്ഥം. കേട്ടോ 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 മസാല അല്ലേ ഇത്. കരിഞ്ഞ മസാല എനിക്ക് കരി പിടിക്കില്ലേ? അതിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ പറഞ്ഞ. ഞാൻ ഇളക്കാൻ നിക്കാം. ഇട്ടോ ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം അല്ലേ ഷെഫേ? നന്നായിട്ട് മൂക്കട്ടെ. ഒരു പച്ചക്കുത്തൊക്കെ പോണം. നല്ല സ്മെല്ല്. പച്ചക്കുത്തൊക്കെ പോണം. തല കാണാനില്ല കേട്ടോ നിന്റെ തല വേണ്ട. ആ പച്ചക്കുത്തിന്റെ ഒരു മണൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മറ്റേ കയ്യിലിട്ട് അങ്ങനെ ഇളക്കുമ്പോ ശബ്ദം വരില്ല. എന്താ മണം? ഇത് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചു വന്നു. ഇനി ചുവന്നുള്ളി ഇട്ടോ. ചുവന്നുള്ളി നമുക്ക് ഇത് എത്ര ചുവന്നുള്ളി ഉണ്ടാവും? ഇതൊരു 10-20 വലിയ ചുവന്നുള്ളി ഉണ്ടാവും, കുഞ്ഞിതാക്കി എരിഞ്ഞത്. ഏത് സബോളയൊന്നും ഇടുന്നില്ല കേട്ടോ, ചുവന്നുള്ളി മാത്രമേ ഇടണുള്ളൂ. ഇനി നമുക്ക് നന്നായി മൂക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടോ. ഇത് മതിയാ? കുറച്ചുകൂടി വേണോ? മസാലയ്ക്ക് ഉപ്പ് വേണല്ലോ. മതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഇവ എന്താ ചെയ്യണേന്ന്. സത്യത്തിൽ ഞാൻ തുടക്കം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ബാക്കി ഒടുക്കം വരെ പൊന്നു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇത് ചകൽ കൊടുത്ത ശീല. അത് അങ്ങനെയാണ്, നമ്മളെല്ലാം തുടങ്ങി വെക്കും. ഇത് വെറുതെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് പണി തന്നാ. ഞാൻ ആൾക്കാർ ചിന്തിക്കില്ല ഇത് പാരുണ്ടാക്കിയെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടേ, ഇതില് ഒരു 98% കൈ അവളുടെ തന്നെയാ. സത്യസന്ധമായിട്ട് ഞാൻ പറയണത്. 98% കൈ അവളുടെ തന്നെയാണ്. കണ്ട മനസ്സിലായോ? അല്ലക്കിട്ട് കൊറേ കറക്കും. അങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യുവാന് ആവേശത്തിൽ ഇങ്ങനൊരു ശക്തി ആവേശത്തിൽ വേണം. ഇതേ വാര്യരെ ആ പാത്രം കഴിക്കോ. അടുക്കള ജോലിക്കാർക്കുള്ള കഴിഞ്ഞതൊക്കെ ഞാൻ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോ ആരുടെ കഴിക്കാറ് ഞാനല്ലേ. തക്കാളി ഇടല്ലേ? ഞാൻ പറഞ്ഞില്ല തേങ്ങ അറിയില്ല. അത് ഇത് മൂക്കട്ടെ, തക്കാളി ഇടുക. നീ നന്നായി മൂത്തുണ്ട്. ഇത് മൂത്തട്ടില്ല. മൂക്കട്ടെ. എന്റെ പൊന്ന നീ ഗൾഫിൽ എന്തൊക്കെ ഉണ്ടാക്കിണ്ടെന്നാ പറഞ്ഞ്? ഗൾഫിൽ ആനമുട്ട പുഴുങ്ങിയതോ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും. വൈശാഖന്റെ വിളിച്ചതോട് ചോദിക്കണം ആരുണ്ടാക്കി. വൈശാഖിന്റെ ചേച്ചിക്ക് ഇപ്പൊ ഗൾഫിലാ. ഞാൻ മെസ്സേജ് റിപ്ലൈ തന്നില്ലല്ലോ. പന്നീനെ വിളിച്ച് ചീത്ത വിളിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ നന്നായി വണക്കി 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 വഴക്ക മണക്കല്ല. ഞാൻ വണക്കാന്ന് പറയാ. വഴക്ക വഴക്കന്ന് വഴക്കുണ്ടാക്കാതല്ലേ. സമ്മതിക്കരുത്. വണക്കിയെടുക്കണം. ഇനാണ്ട് വശീകരിച്ചെടുക്കണം പറഞ്ഞാല് അറിയില്ല. മയിലിനെ കൊന്ന് ചൂടാക്കി കേസാവും. എനിക്ക് സ്ഥലം വേണ്ട. ഏത് ബംഗാളിനെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ? മയിലിനെ കല്ലെറിഞ്ഞു വന്നിട്ട്. നമുക്ക് വിട്ടാലോ? എന്നിട്ട് തക്കാളി പിന്നെ പിന്നെ മുളക് പൊടി
ആദ്യം മുളകും പൊടി ഇട്ടിട്ടല്ലേ തക്കാളി ഇടല്ലേ മുളകും പൊടി മൂക്കോ? അതെനിക്കറിയാം. ഏതാ വേണ്ടേ? ഇത് വേണോ ഇത് വേണോ? രണ്ടു വേണോ? ഇതൊന്നും ആവട്ടെ. ഞാൻ പോവാ. എല്ലാ ഫുഡിനും അതിന്റെ വഴണ്ട് വന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. കുക്കിംഗ് വശങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്ക് പോയിട്ട്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയല്ലോ. നന്നായിരിക്കും. അടിപൊളിയല്ലേ? വീട്ടിലത്തെ എല്ലാ ഫുഡിന്റെ പണി ഞാൻ പോണില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? നിന്നെ വിടാം. ഞാൻ എനിക്ക് വെച്ചിട്ടാക്കിയ അത്ര സ്ത്രീ പട്ടിണി അടക്കണ്ടേ? എന്നൊരു ചടി കിട്ടും ഇതൊക്കെ. ഞാൻ ഒഴിച്ചിട്ട് ഞാൻ വെറുതെ ഇതെടുത്തതല്ലേ. നീ എല്ലാ ആഴ്ചയിലെ പൊടികളൊക്കെ ഞാൻ എടുത്തേക്ക് നീ ഇളക്ക്. ഓക്കെ, ഇളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവനറിയാത്തൊരു പണിയാ. അപ്പൊ ഇതായി നമുക്ക് നീ ഇതിലേക്ക് പൊടികൾ ഇടാം. പൊടികൾ ഇടാൻ ഞാൻ തന്നെ വരണ്ടേ? ഞാൻ പറഞ്ഞില്ല ആയിന്ന് പറഞ്ഞപ്പോ ആരോ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അതുകൊണ്ട് പോവാട്ടെ. നീ ഈ വസതി കാണു. ഇതായിട്ടാണോ കാണുക? നമുക്ക് തീ ചുരുക്കിടാം. കാരണം മൺചട്ടി ആവുമ്പോ നമുക്കിത് കരിയാൻ ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പൊ നമുക്ക് തീ ചുരുക്കിട്ടിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ 1 ടീസ്പൂൺ 3/4 ടീസ്പൂൺ സാധാ മുളകും പൊടി, ചെറിയ ടീസ്പൂൺ ആട്ടാ. 1 2 2.4 കാശ്മീർ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഏട്ടാ മറ്റേ കയ്യിലെടുത്ത വേണ്ട, നമ്മളങ്ങനെ മാറ്റി സ്റ്റീലിന്റെ കയ്യിൽ ഇങ്ങനെ ചെയ്യുവാനും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. നുള്ളു മഞ്ഞപ്പൊടി ഇട്ട. മഞ്ഞപ്പൊടി ഞാൻ കണ്ടു. ഇത്ര മതിയാ? കുറച്ച് മതി, അല്ലെങ്കിൽ റെഡ് കളർ പോകും. മതി. ഇനി കുറച്ച് കറി മസാല പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടി ഇതെത്ര എണ്ണം? കുറച്ച് മതി. പോരെ? ഇത് വീട്ടിൽ പൊടിച്ച പൊടി കുറച്ചിട്ടാൽ തന്നെ നല്ലോണം സ്മെല്ല് കൊണ്ട് കൂട്ടാം. നമുക്ക് പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി അവിടെ പെരുംജീരകം വെച്ചിട്ട് അത് കുറച്ചിട്ട് കൊടുക്കാം. പെരുംജീരകം ഇത്ര മതിയോ? കുറച്ചുകൊണ്ട് എന്തോരോ ടൈം ഒരു പണി പറഞ്ഞ മനുഷ്യനോട് സ്ലോ മോലെ ചെയ്യണം. ഇങ്ങനെ വാട്ടി എടുത്തു. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് വെക്കാം. തക്കാളി ഇടട്ടെ? 2 തക്കാളി ആട്ടാ, ഫുൾ ഇട്ടോ. ഇനി തക്കാളി നന്നായി ഉടനെ മസാലയോട് സെറ്റ് ആവണം. ഇനി തീ കൂട്ടിട്ടോ. അതായത് ഇനി മസാലയും തക്കാളിയും തമ്മിലുള്ള ബന്ധമാണ് ഒരു അവിഹിത ബന്ധം. ആരും കാണാന്നോട്ട് അവനെ മുന്നിൽ അങ്ങനെ ഒരു ബന്ധപ്പെടണ്ട പട്ടികളെ. ഇതൊക്കെ അടച്ചു വെക്കേ. ഏതാ? ഇതൊക്കെ അടച്ചു വെക്കേ. മുന്നില് പോയി കുണ്ണി കൊണ്ട് പിന്നെ അടക്കാൻ വന്നപ്പാ കുണ്ടി കാണിച്ചു നിന്നു നല്ല ചീത്തപ്പേര്. ഞാൻ ഇവിടെ അമ്മേ ഇത് ഏതാണ്ട് കള്ള് ഷാപ്പിൽ കിട്ടുന്ന കറിയുടെ ഫീൽ ആയില്ലേ? യെസ്, ഹെൽത്തി കുട്ടാ. ചോറിന വിശക്കുണ്ട്. ആയില്ലേ? ഇതായി കണ്ടപ്പോഴല്ലേ ക്രിസ്പ് തുടങ്ങി. യെസ് ഓഫ് കോഴ്സ്. ഇതായിട്ടില്ല. ആയിട്ടില്ല? ഇനി എന്താ വേണ്ടേ? ഇതൊന്ന് വറ്റി ഇതായി കഴിഞ്ഞാ ചെമ്മിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചൂടാക്കണം. അത്രല്ലേ വേണ്ടുള്ളൂ. ചോറ് വറക്കാൻ വെക്കിട്ട് തിളക്ക്. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ട് കേട്ടാ. ഇട്ട് കൊടുക്കല്ലേ നമുക്ക്. കുറച്ച് ചെമ്മി മാറ്റിക്കണം. എന്തിനാ?
വേണ്ട ഫുള്ള് ഇട്ട് എന്നാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. മാറ്റിക്കണ്ട. അതിലിനി കുതിർന്ന് ഡിങ്കോലാക്കി ആക്കട്ടെ. ആ പിടിക്കണ വേണ എന്താ പിടിച്ചോ നിന്നോട് എണ്ണ കയറി പിടിക്കാതെ കിട്ടിയ മോനെ. ആ സൈഡ് അതന്നെ. നിങ്ങൾക്ക് ഇതിന്റെ മേളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ആയിരിക്കുകയാണ് മക്കളെ, ആയിരിക്കുകയാണ്. നോക്കൂ എന്ത് ഭംഗി. ആഹാ, വായിൽ കപ്പലൂറുന്നു. ഓഹോ, ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. അടിപൊളി ഐറ്റാട്ടാ, കാണിച്ചു തരാം. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, മോരുകറി, പപ്പടം. ഇന്ന് ഇത്രയ്ക്കുള്ളൂ. പക്ഷെ ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി, കണ്ട ചോറ് കഴിക്കാം നമുക്ക്. അപ്പൊ എങ്ങനെ കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം. വാ, എങ്ങനെ കഴിക്കണ്ടേന്ന് കാണിച്ചു തരാം. ആരും പഠിപ്പിക്കണ്ട, എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ട് വേടാ. ഇല്ല, നല്ല ചൂട് ചെമ്മീൻ റോസ്റ്റ് എടുക്കുക, നല്ല ചൂട് ചോറിലേക്ക് ഇടുക. രണ്ടും ചൂടാ. തൊടാൻ പറ്റില്ല. വാ, മസാല ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മുടെ മെയിൻ സാധനം ചെമ്മീൻ. ഇപ്പൊ പറഞ്ഞുതരാം. നല്ല ചൂട് ചോറ. മസാല വേറെ ലെവല്. ഞാൻ ഇതുവരെയ്ക്കുണ്ടെങ്കിൽ എല്ലാ ചെമ്മീൻ റോസ്റ്റ് സൂപ്പർ ആയിട്ടില്ലേ? വേറെ ലെവൽ സാധനം, ഭയങ്കര ടേസ്റ്റ്. എന്താണോ, ഞാൻ ഇതിന് മുന്നേ ചെമ്മീൻ റോസ്റ്റ് ഇതേപോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത് തീർക്കലും അവസാനിക്കലും ഒരുമിച്ചാ. അപ്പൊ കഴിക്കട്ടെ. അവന് സമാധാനത്തോടെ എന്നിട്ട് അവന്റെ സരി എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാ. നല്ലത് മാത്രമേ പറയുള്ളൂ, ഇല്ലെങ്കിൽ അപ്പൊ പറയും വേണ്ടെന്നുണ്ട്. ഒരു ടെൻഷൻ വേണ്ട, അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയും പപ്പടം കൂടി വെച്ചിരിക്കും. ചെമ്മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാല, സൂപ്പറാ. ഞാൻ ഒരുപാട് ചെമ്മീൻ ഭ്രാന്തത്തൊന്നുമല്ല, പപ്പടം തരാം അല്ല ഞാൻ കഴിക്കും എന്നുള്ളതല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിട്ടാ. നമ്മൾ ഈ ഉച്ചൂണിന്റെ കടകൾക്ക് പോകുമ്പോ അവിടെ പ്രത്യേക മസാല ആയിട്ട് ചെമ്മീൻ റോസ്റ്റ്, ചട്ടിച്ചോറിൽ കിട്ടില്ലേ ചെമ്മീൻ റോസ്റ്റ്, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്.